ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണിത്. അങ്ങനെ ശ്രുതിയുടെ വീട്ടിലുള്ള ഭാഗം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ആഴ്ച കാണാൻ പറ്റുന്ന ഒരു സീനാണിത്. അങ്ങനെ ശ്രുതിക്ക് ഒരു തെറ്റിദ്ധാരണ വന്നിട്ട് ഉണ്ടാവുന്ന ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ശ്രുതി ഇങ്ങനെ ആത്മഹത്യക്ക് ഇങ്ങനെ ശ്രമിക്കുന്ന ഭാഗമൊക്കെ. അപ്പൊ അതിന് മുമ്പുള്ള ഒരു കാര്യമാണ് പറയാൻ പോണത്. അങ്ങനെ അശ്വിൻ ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നത് നമ്മുടെ ശ്രുതി കേൾക്കുവാട്ടോ. അപ്പൊ ശ്രുതിയുടെ തെറ്റിദ്ധാരണയാണ് അശ്വിൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ലാവണ്യ അടുത്തായിരിക്കുമെന്ന് അശ്വിൻ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ ലാവണ്യയും അശ്വിനും തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധമുണ്ട്. അശ്വിൻ ഇപ്പോഴും ലാവണ്യനെ ഇഷ്ടം. താൻ ഒഴിഞ്ഞു പോവാണെങ്കിൽ ലാവണ്യനെ അശ്വിൻ വിവാഹം കഴിക്കുമെന്നാണ് ശ്രുതിയുടെ ഒരു തോന്നല്. അപ്പോ അഥവാ ശ്രുതി ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ശ്രുതിനെ കൊല്ലാനും മടിക്കില്ല അശ്വിൻ. ആ ഒരു നിലക്കാണ് അശ്വിൻ ഇപ്പൊ ചിന്തിക്കണം എന്നൊക്കെ ശ്രുതി തെറ്റിദ്ധരിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി നോക്കുമ്പോഴൊക്കെ അശ്വിൻ എപ്പോഴും ശ്രുതിനെ കൊല്ലാൻ വരണ പോലെ ശ്രുതിക്ക് തോന്നുവാണ്. അതായത് നമ്മുടെ അമ്മായി മുറ്റത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിലെ കിളിന്തായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയായിരിക്കും. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം അമ്മായി എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ്. ശ്രുതി അടുത്ത് വരുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ കത്രികയും കൊണ്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയാവും കേട്ടോ. ശേഷമാണെന്നെങ്കിൽ അമ്മായി തുണി വിരിക്കാൻ വേണ്ടി ഒരു അഴ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു അഴ കെട്ടാൻ വേണ്ടി ആ ഒരു കയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കണം. പക്ഷെ അമ്മായി കൈ എത്താത്തതുകൊണ്ട് അമ്മായിക്ക് ഇങ്ങനെ അഴ കെട്ടാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ആ സമയത്താണ് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അമ്മായി ചോദിക്കുമ്പോ അതെ അശ്വിൻ മോനെ, ഈ കയർ ഒന്ന് കെട്ടിത്തരാവോ, അഴ കെട്ടാനാണ്. ഒന്നും പറയണ്ട, മഴക്കാലം ആയക്കനെ പിന്നെ പുറത്തേക്ക് തുണി ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഈ വരാന്തയിൽ ഒരു അഴ കെട്ടാന്ന് വെച്ചു, എന്റെ കൈ എത്തുന്നില്ല. ഇതാണോ അമ്മായി കാര്യം, ഞാൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അമ്മയുടെ കയ്യിൽ നിന്ന് ആ കയർ അങ്ങോട്ട് വാങ്ങിക്കാണ്. ആ സമയത്ത് അമ്മായിക്ക് ഒരു കോള് വരുമ്പോഴേക്കും അമ്മായി അകത്ത് കയറി പോവാട്ടോ. ശ്രുതി ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുമ്പോൾ പെട്ടെന്നാണ് ശ്രുതി ആ കാഴ്ച കാണുന്നത്. നോക്കുമ്പോൾ അശ്വിന്റെ കയ്യിൽ കയറാണ് കേട്ടോ. പെട്ടെന്ന് അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രുതിനെ ചെറിയ ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ അശ്വിൻ ഇങ്ങനെ നോക്കണത്. അത് വെറുതെ ദേഷ്യത്തോടെ നോക്കുകയാണ്. പക്ഷെ ശ്രുതി വിചാരിക്കണത് താൻ ഉറങ്ങണ സമയത്ത് തന്നെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അശ്വിൻ സാരം കയറായിട്ട് നിൽക്കണത്. കാലം കയറും പിടിച്ച് നിൽക്കണ പോലെയാണല്ലോ ഈശ്വര ഇയാള് കയറും പിടിച്ച് നിൽക്കണത്. ഇയാള് പല പല വിധത്തിൽ എന്നെ കൊല്ലാൻ നോക്കുവാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, എനിക്ക് ജീവിക്കണം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ വിചാരിക്കാണ്. ശേഷമാണെങ്കിൽ ശ്രുതി ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ടെൻഷനായിട്ട് നടക്കാണ്. അപ്പൊ അമ്മ നമ്മുടെ അശ്വിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, ഈ ശ്രുതിക്ക് എന്ത് സംഭവിച്ചു? അവൾ ആർത്തും മിണ്ടണില്ല, ഭക്ഷണവും ശരിക്കും കഴിക്കുന്നില്ല. അവൾക്ക് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളുണ്ടോ? മോനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല ആന്റി, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അല്ല, അവള് വല്ലാത്ത പോലെ തോന്നുന്നു എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രുതി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ശ്രുതി TV ഓൺ ചെയ്യാട്ടോ. അതില് രാശി വായിക്കുന്നുണ്ട്. അതായത് ഓരോരോ നക്ഷത്രക്കാട് ഓരോരോ ദിവസത്തെയും ആഴ്ചത്തെയും നക്ഷത്ര ഫലം വായിക്കാണ്. അങ്ങനെ ശ്രുതിയുടെ നക്ഷത്രത്തിന്റെ ഫലം അയാൾ TV കൂടി പറയാട്ടോ. ഈ നക്ഷത്രക്കാര് സൂക്ഷിക്കണം, ശത്രുക്കള് കൊല്ലാൻ വേണ്ടി ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്ത അയാൾ ഇങ്ങനെ ആ ഒരു രാശി ഇങ്ങനെ വായിക്കാണ് ആ പുള്ളിക്കാരൻ TV-യിൽ. അത് കാണുന്ന ശ്രുതി ഒരു സ്വപ്നം കാണുവാണ്. വേറൊന്നല്ല, ശ്രുതി മരിച്ച് കിടക്കുവാണ്. മരിച്ചു കിടക്കുമ്പോഴേക്കും അമ്മയുണ്ട്, അമ്മായിയുണ്ട്, പ്രീതിയുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും അഞ്ജലി ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാട്ടോ ശ്രുതി. അയ്യോ ശ്രുതി, നീ ഞങ്ങളെ വിട്ടുപോയല്ലോ ശ്രുതി എന്ന് വണ്ടിയിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ TV-യിൽ ന്യൂസ് വരെ വരുന്നുണ്ട്. പ്രമുഖ വ്യവസായി അശ്വിൻ സാരവിന്റെ ഭാര്യ അന്തരിച്ചു. അതെങ്ങനെ മരിച്ചു എന്നുള്ളത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ നോട്ടത്തിൽ ആത്മഹത്യയാണെന്ന് തോന്നുമെങ്കിലും അത് കൊലപാതകമാണെന്ന് സംശയമുണ്ട് പോലീസിന്. അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോലീസിന്റെ നിഗമനത്തിലേക്ക് പോവാം. അശ്വിൻ സാറാമിനെ തന്നെ ചോദിക്കാം, അശ്വിൻ സാറാം, നിങ്ങളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അശ്വിൻ വഡ്ഡി എന്ന് പറയാട്ടോ. ഇയാളെ വായിൽ എപ്പോഴും വാഡ്ഡി എന്ന് മാത്രം വരുള്ളൂ എന്നൊക്കെ TV-യിൽ ഇങ്ങനെ ന്യൂസ് വരെ വരുന്നുണ്ട് അതിനെ കുറിച്ച്. ശ്രുതി അതൊക്കെ സ്വപ്നം കാണാണ്. താൻ മരിക്കണതും അശ്വിനോട് ഇങ്ങനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യണതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാണ്. ഈശ്വര, ഇതുപോലെയൊക്കെ നടക്കുമോ? അപ്പൊ ഞാൻ മരിക്കാനായിട്ട് ഈശ്വര, അശ്വിൻ സാറാം എന്നെ കൊല്ലുമെന്നാ തോന്നണത്. അങ്ങനെ രാത്രി ശ്രുതി ഇങ്ങനെ ഇരിക്കുമായിരിക്കോട്ടെ. ആ സമയത്ത് അശ്വിൻ വരുന്നുണ്ട്. ശ്രുതി, നിനക്ക് എന്താ പറ്റിയത്? നീ ആരോട് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ല, എനിക്ക് വിശപ്പില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മൾ അശ്വിൻ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അമ്മ ഒരു ഗ്ലാസ് പാലെടുക്കായിരിക്കും കേട്ടോ. അശ്വിൻ മോനെ, ദേ ശ്രുതി ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, അവൾക്ക് ഈ പാല് ഞാൻ കൊണ്ടേ കൊടുക്കട്ടെ, മോനെ പാല് വേണോ? വേണ്ട, ഞാൻ രാത്രി പാല് കുടിക്കാറില്ല ആന്റി എന്ന് പറയാണ്. എങ്കിലൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ പാല് കൊണ്ടേ കൊടുക്കാം. വേണ്ട ആന്റി, ഇത് ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറയാണ്. എങ്കിൽ ശരി മോനെ എന്ന് പറയണ്ട. അപ്പൊ അമ്മക്ക് അമ്മയും അതുപോലെ അശ്വിൻ നല്ല കൂട്ടായി കേട്ടോ. അങ്ങനെ അശ്വിന്റെ മുഖത്തേക്ക് ഇങ്ങനെ തലോടാണ് അമ്മ. എന്നാ മോൻ കൊണ്ടേ കൊടുത്തോ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അമ്മ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ കൊണ്ടേ കൊടുത്തോന്ന് വേണ്ട. അശ്വിൻ ആ പാല് മേടിച്ചിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ശ്രുതി, ഇന്നാ പാല് കുടിക്ക്, നീ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ ഇല്ലെന്ന് എനിക്കറിയാം, ഇന്നാ ഈ പാല് കുടിക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് പാല് കൊടുക്കുമ്പോ ശ്രുതി പെട്ടെന്ന് ആലോചിക്കുകയാണ്, ഈ രാശിക്കാര് സൂക്ഷിക്കണം, ശത്രുക്കൾ എന്ത് തന്നാലും കുടിക്കോ വാങ്ങാനോ കഴിക്കാനോ പാടില്ല, അതിൽ വിഷം ഉണ്ടാകും എന്ന് TV പറഞ്ഞ കാര്യം ശ്രുതി ആലോചിക്കാട്ടോ. വേണ്ട,
എനിക്ക് പാല് വേണ്ട, എനിക്ക് പാല് വേണ്ട എന്ന് ശ്രുതി പറയാണ്. അതെന്താ ശ്രുതി, ഇത് കുടിക്ക്, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ വെക്കുവാണ്. വിശക്കുമ്പോൾ ഒന്ന് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ കിടക്കുവാട്ടോ. അശ്വിൻ കിടക്കുമ്പോഴേക്കും ശ്രുതി അശ്വിന്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി ഉറങ്ങുന്നേ ഇല്ല കേട്ടോ. താനെങ്ങാനും ഉറങ്ങിക്കഴിഞ്ഞാൽ അശ്വിൻ രാത്രി എങ്ങാനും കഴുത്തിനെ പിടിച്ച് കൊന്നാലോ എന്നൊരു വിചാരമാണ് ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി ഉറങ്ങാതെ ഒരു 2 മണി വരെ കണ്ണും തുറപ്പിച്ച് ഇങ്ങനെ കിടക്കുമായിരിക്കും കേട്ടോ. പെട്ടെന്ന് ശ്രുതിയുടെ കണ്ണൊന്ന് അറിയാതെ കണ്ണ് അടഞ്ഞു പോകണ്ടെന്ന് മയങ്ങി പോകുമ്പോഴേക്കും ശ്രുതിയുടെ മൂക്കിലേക്ക് ആരോ തലോണം ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവരാട്ടോ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ, എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. അത് വേറൊന്നല്ല, ശ്രുതിയുടെ കൈ കൊണ്ട് തന്നെ തലോണ മുഖത്തേക്ക് വീണതാട്ടോ. അപ്പൊ അശ്വിൻ ചോദിക്കണ്ടേ, എന്താ ശ്രുതി, എന്താ സംഭവിച്ചത്, നീ സ്വപ്നം കണ്ടതാണോ? അതെ, ഇപ്പൊ സ്വപ്നം കണ്ടതാണ്, പക്ഷെ ഇത് മിക്കവാറും നടക്കുമെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഉറങ്ങാതെ പിന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രാവിലെ ആകുമ്പോഴേക്കും അശ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇയാൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട, അങ്ങനെ ഇയാളുടെ കൈ കൊണ്ട് മരിക്കേണ്ടവളല്ല ഞാൻ ഞാൻ തന്നെത്താനെ മരിച്ചോളാം, ഞാൻ ആത്മഹത്യ ചെയ്തോളാം, ഇയാളുടെ കൈകൊണ്ട് മരിക്കേണ്ട ആവശ്യം എനിക്കില്ല. പഴയ പുരാണത്തിലെ നായികമാരൊക്കെ അങ്ങനെയാണ്, തന്നെത്താനെ മരിക്കും. അതെ, ഞാൻ തന്നെത്താനെ മരിക്കാൻ പോവാ, ഇയാളുടെ കൈകൊണ്ട് ഞാൻ ഒരിക്കലും ഇല്ലാതാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഡ്രസ്സുകളൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു വെക്കുക കേട്ടോ. എന്നിട്ട് ഇത് പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കണം, എന്റെ ഡ്രസ്സ് എല്ലാം കൊടുക്കണം, പിന്നെ എന്റെ ചെരുപ്പ്, ഞാൻ ഉപയോഗിക്കാത്ത എന്റെ വില കൂടിയ ചെരുപ്പ് ഇത് മുത്തശ്ശിക്ക് കൊടുക്കണം, പിന്നെ ഈ കുങ്കുമം ഇത് അഞ്ജലി ചേച്ചിക്കുള്ളതാ, ഡയറിയിൽ എഴുതി വെക്കാണ് ആർക്കൊക്കെ എന്തൊക്കെയാ കൊടുക്കേണ്ടതെന്ന്. ശേഷം പ്രീതിനെ ഫോൺ വിളിക്കാണ്. ഹലോ ചേച്ചി, ആ ശ്രുതി മോളെ എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ ഉണ്ട് ചേച്ചി, നിനക്ക് സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ല ചേച്ചി. ചേച്ചി എന്താ മോളെ? അതെ, ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് ഒരു നീല സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അറിയാം, നിന്റെ ഏറ്റവും വിലയുള്ള സാരി അല്ലേ? അത് ഇന്ന് വരും കേട്ടോ. ഞാൻ മേടിച്ചു വെച്ചോളാം മോളെ. അതല്ല ചേച്ചി, ചേച്ചി ആ സാരി എടുത്തോ എന്റെ ഓർമ്മക്കായിട്ട്. ആ സാരി എന്നോട് എടുക്കാനാ? നീ എന്തൊക്കെയാ പറയണത്? ഒന്നുമില്ല ചേച്ചി, ആ സാരി ചേച്ചിക്കുള്ളതാ, ചേച്ചി വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ശ്രുതി. അതിനുശേഷം ഇനി ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കും ഈശ്വരനെ? അങ്ങനെ എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ എടുത്തു വെക്കണം. എന്റെ കുടുക്കയിൽ 1000 രൂപയുണ്ട്, അത് പാവങ്ങൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ കുടുക്കയും ആ സാധനങ്ങളുടെ കൂടെ വെക്കാണ്. ശേഷം അശ്വിൻ സാറാമിന് എന്ത് കൊടുക്കും? ഈ നക്ഷത്രങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കിടക്കയിൽ കെട്ടിത്തൂക്കിയേക്കണ നക്ഷത്രങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് അശ്വിന ഒരു പേപ്പറിൽ മടക്കി വെക്കുവാട്ടോ ശ്രുതി. അത് അശ്വിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൂമിൽ ഒരു സൽമാൻ ഖാന്റെ ഫോട്ടോ ഉണ്ട്. ഹിന്ദിയിലെ സൽമാൻ ഖാനാണ്. ഇതില് നമ്മുടെ ഏതെങ്കിലുമൊക്കെ നടന്റെ ഫോട്ടോ ഉണ്ടാവായിരിക്കും. അത് മാത്രം ശ്രുതി എടുക്കില്ല കേട്ടോ, അത് അവിടെ തന്നെ ഇരിക്കും ശ്രുതിയുടെ ഓർമ്മയ്ക്കായിട്ട്. അങ്ങനെ ശ്രുതി മരിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞാൻ പോകുവാണ്, ഈ ലോകത്തിന് പോവാണ്. അമ്മ അച്ഛേ, നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്നേഹം എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഞാൻ പോകുവാണ് അച്ഛ, അമ്മേ, എല്ലായിടത്തോടും ഞാൻ യാത്ര പറഞ്ഞ് ഞാൻ പോകുവാണ്. അശ്വിൻ സാറാം, നിങ്ങൾ ലാവണ്യായിട്ട് സുഖമായിട്ട് ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. എന്റെ ശ്രുതി വിചാരിച്ച പോലെ തന്നെ ഒരു ടെറസിന്റെ മുകളിലൊക്കെ കയറി നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രണ്ട് വീഡിയോക്ക് മുമ്പായിട്ട് പറഞ്ഞ ഭാഗമാണ്, അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് പറയുന്നില്ല. എന്തായാലും ഈ ഭാഗം ഞാൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ഭാഗം പറഞ്ഞത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.